ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു റിസോർട്ടിൻ്റെ റിവ്യൂ ആണ്. ആ റിസോർട്ട് എന്ന് പറയുമ്പോൾ അഴക് റിസോർട്ട്. നിങ്ങളിപ്പോൾ ജസ്റ്റ് കണ്ടാണ്, ഒരു ഇരുട്ടത്താണ് കാണുന്നത്. പക്ഷേ ഞങ്ങളിന്ന് ലേറ്റായിട്ട് എത്തിയത്, അതുകൊണ്ട് ഇപ്പോൾ ഈ നൈറ്റുള്ള വിഷ്വൽസ് കാണിക്കുന്നത്. നാളെ ഡേ ടൈം വിഷ്വൽസ് കാണിക്കാം. അപ്പോൾ ഇത് എവിടെയെന്ന് വെച്ചാൽ കന്യാകുമാരിയിൽ വരുന്നവർക്ക്, കന്യാകുമാരിയിൽ നമ്മൾ വിവേകാനന്ദ പാറയിലും അവിടെ ഒക്കെ വരുന്നവർക്ക് അതിൻ്റെ അടുത്തായിട്ട് ഒരു 4 to 5 കിലോമീറ്റേഴ്സിനടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഇതിൻ്റെ പേര് അഴക് റിസോർട്ട് എന്നാണ്. പേര് പറയുന്ന പോലെ തന്നെ നല്ല അഴകുള്ള റിസോർട്ട്, വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നൈറ്റ് വ്യൂ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. എത്രത്തോളം ക്ലിയർ ആണെന്നറിയില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇത്രയും അടുത്ത് ബീച്ചുള്ള ഒരു പ്രോപ്പർട്ടി ഇത്രയും റേറ്റ് കുറവായിട്ട് നമുക്ക് ഒരിടത്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് കന്യാകുമാരിയിൽ വേറെ കുറേ റിസോർട്ട്സ് ഉണ്ട്, പക്ഷേ എല്ലാം ബീച്ച് വ്യൂ ഒക്കെ വേണമെങ്കിൽ വളരെ റേറ്റ് കൊടുക്കണം. പക്ഷേ വളരെ ന്യായമായ റേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2500 റുപ്പീസിന് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു 50 മീറ്റർ ഫ്രണ്ടിലായിട്ട് ഒരു ബീച്ച്, അങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ഉള്ള ഒരു റിസോർട്ടാണിത്. ഇതിപ്പം സ്റ്റിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ ലോവർ ഫ്ലോറെല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഒരു താഴത്തെ ഏരിയ മൊത്തം അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ഫ്ലോറൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ലൈറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവർ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തത് ബേസ് ഫ്ലോറിലാണ്. അതായത് ഒരു 4-5 റൂം സീ വ്യൂ ഉള്ള റൂമാണ്. പിന്നെ അവർ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് വീണ്ടും ഒരു 3-4 റൂം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ കാണുന്ന റിസപ്ഷൻ വ്യൂ ആണ്. വളരെ ഭംഗിയായിട്ട് റിസപ്ഷനൊക്കെ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് അത്യാവശ്യം ഒരു കോസ്റ്റ്ലി ആയിട്ട് തോന്നിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ നല്ല സർവീസാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ കണ്ടോ, CCTV കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 എനിക്ക് തോന്നുന്നു ഒരു 6-7 ക്യാമറ എല്ലാ സൈഡും, ഇൻക്ലൂഡിങ് നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ എല്ലായിടവും CCTV ഉണ്ട്. പിന്നെ റിസപ്ഷൻ ഏരിയ വളരെ ഭംഗിയായിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കെയർ ടേക്കറാണ് ഇപ്പോൾ കാണുന്നത്. പുള്ളിക്കാരൻ എന്ത് ഹെൽപ്പും ഉണ്ട്. ഇവിടുത്തെ ഒരു പോരായ്മ, അതായത് അതൊരു ടെമ്പററി ആയിട്ട് എനിക്ക് തോന്നുന്നത്, അതായത് റെസ്റ്റോറൻറ്റ് ഇല്ല അവർക്ക്. പക്ഷേ അവരെ ഫുഡ് കാര്യം, ഞങ്ങൾ വന്നപ്പോൾ എനിക്ക് ചായ അത്യാവശ്യമായിരുന്നു, പക്ഷേ കിട്ടിയില്ല. പുള്ളിക്കാരൻ എന്ത് ചെയ്തു, സ്വന്തമായിട്ടൊക്കെ ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് തന്നു. റെസ്റ്റോറൻ്റ് ആയിട്ടില്ല, പക്ഷേ അവർക്ക് നമുക്ക് ഓർഡർ ചെയ്താൽ അവർ ഒരു നമ്പറുണ്ട്, അതിൽ വിളിച്ചാൽ ഫുഡ് നമുക്ക് കൊണ്ടുതരും. ഇതാ കോറിഡോറാണ്. അപ്പം ഞങ്ങളുടെ റൂം 106 ആണ്. കണ്ടല്ലേ, 102, 5, 6 ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ചുവരുകളൊക്കെ കണ്ടാൽ അറിയാം, പെയിൻറ്റിംഗ് ഒക്കെ വളരെ പുതിയതാണ്. അതായത് ഈ ബിൽഡിംഗ് വളരെ പുതിയത് തന്നെയാണ്. പിന്നെ ബെഡ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നോർമൽ ഒരു 2 ബെഡല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 4 പേർക്ക് സുഖമായിട്ട് കിടക്കുന്ന റൂമാണ്. ആക്ച്വലി ഇത് 2+1 എന്ന രീതിയിൽ, അതായത് 2 അഡൽട്ട് 1 കിഡ് എന്ന രീതിയിൽ ഞങ്ങൾ ബുക്ക് ചെയ്തത്. പക്ഷേ വെരി സ്പേഷ്യസ്, കൊടുത്ത പൈസയ്ക്ക് ഇത്രയും സ്പേഷ്യസ് ആണെന്ന് വിചാരിച്ചില്ല. TV ഉണ്ട്, പിന്നെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു വാഷ്റൂമുണ്ട്, ഹീറ്ററുണ്ട്. പിന്നെ അല്ലാതെ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ്, ഒരു ബാൽക്കണി ഉണ്ട്. ഈ കാണുന്ന നമ്മുടെ കാർ പാർക്കിംഗ് സ്പേസാണ്, കവേർഡ് അല്ല, ബട്ട് സ്റ്റിൽ വെരി സ്പേഷ്യസ് കാർ പാർക്കിംഗ്. പിന്നെ 1-2 തെങ്ങൊക്കെ അവിടെ ഇവിടെ നിൽപ്പുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കി പാർക്ക് ചെയ്താൽ മതി. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ സ്റ്റിൽ കൺസ്ട്രക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റേതായ ചെറിയ പോരായ്മകളുണ്ടെങ്കിലും ഇൻ ഫ്യൂച്ചർ ഡെഫിനറ്റ്ലി ഇതൊരു വർത്ത് പ്ലേസ് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെഡ് 4 പേർക്ക് സുഖമായിട്ട് കിടക്കാം, എക്സ്ട്രാ ബെഡിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ ഇത് നേരത്തെ പറഞ്ഞ മെനു, ഇവിടെ ഫുഡ്, ഇവിടെ റെസ്റ്റോറൻ്റ് ഇല്ല ഇവർക്ക്, തൽക്കാലം ഇല്ല. ഒരു ഫുഡ് കേവ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഒരു ടൈപ്പ് ഉണ്ട്.
പൊന്നു. ഇന്ന് ബീച്ചിലോട്ട് പോവാണ്. രണ്ടുപേര് ഫ്രണ്ടിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പം ഞാൻ ബാക്കിൽ നിന്ന് വീഡിയോ എടുത്ത് ഇങ്ങനെ പോവാണ് കേട്ടോ. ജസ്റ്റ് നോക്കാം ഇവിടെ കുളിക്കാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ജസ്റ്റ് നോക്കി നോക്കാം എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ. നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ കടൽ. കണ്ടല്ലോ, നന്നായിട്ട് തിരയടിക്കുന്നുണ്ട്. ഇനി നമ്മളിത് അങ്ങോട്ടാണ് പോകുന്നത്. ഒരു ചെറിയ പാലം ഉണ്ട്. ഇവിടെ കുളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. സ്ഥലം നോക്കിയാണ് കേട്ടോ, ഒന്നും കിട്ടിയില്ല. നോക്കട്ടെ, എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ.